കൊല്ലം ആയൂരിൽ നിന്നും 2 ബംഗ്ലാദേശികളെ പിടികൂടി. നസറുൽ ഇസ്ലാം, മനോവാർ ഹോഡ്സൺ എന്നിവരെയാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെയും സംയുക്ത ഓപ്പറേഷനിൽ പിടിയിലായത്. ഇവരിൽ നിന്നും വ്യാജ ആധാർ കാർഡുകൾ പിടിച്ചെടുത്തു. 2 വർഷമായി ഇവർ ആയൂരിൽ തൊഴിലാളികളായി കഴിയുകയായിരുന്നു. വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും മനോജ് ചേരുന്നു. മനോജ്, 2 ബംഗ്ലാദേശികളെ കൊല്ലത്തു നിന്നും പിടികൂടിയിരിക്കുന്നു. ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ തൊഴിലാളികളായി 2 വർഷമായി ആയൂരിൽ കഴിഞ്ഞു വരുന്നു. ഇപ്പോഴാണ് ഇവർ പിടിയിലായത്. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, നസറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരാളെയാണ് ഈ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും അതോടൊപ്പം തന്നെ മിലിറ്ററി ഇന്റലിജൻസും ചേർന്ന് ആയൂരിൽ നിന്ന് പിടികൂടി അഞ്ചൽ പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മനോവാർ ഹോഡ്സനെ കൊട്ടിയം പോലീസിനാണ് കൈമാറിയിട്ടുള്ളത്. ഈ ആയൂരിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത് നസറുൽ ഇസ്ലാം എന്ന് പറയുന്ന ബംഗ്ലാദേശ് സ്വദേശിയാണ്. 35 വയസ്സുള്ള യുവാവാണ് ഇയാൾ. ഇയാളെ 2 വർഷമായി, അതായത് ഈ ആയൂർ കേന്ദ്രീകരിച്ച് 2 വർഷമായി ഇയാൾ തൊഴിലാളിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും പിടിയിലായ ബംഗ്ലാദേശികളിൽ നിന്നുമുള്ള വിവരങ്ങൾ അനുസരിച്ചാണ്, അതായത് അവരുടെ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ച സമയത്താണ് ഇത്തരത്തിൽ കൊല്ലം ജില്ലയിലും ഈ ബംഗ്ലാദേശ് സ്വദേശികൾ ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചത്. തുടർന്നാണ് ഈ മിലിറ്ററി ഇന്റലിജൻസും അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തുന്നത്. കൊല്ലം ജില്ലയിലെത്തി ഈ നസറുൽ ഇസ്ലാമിനെ പിടികൂടുകയായിരുന്നു. ഇയാളുടെ ആധാർ പരിശോധിച്ചു, അതോടൊപ്പം തന്നെ ഇയാളുടെ കയ്യിലുള്ള മറ്റ് രേഖകളൊക്കെ പരിശോധിച്ചു. എന്തായാലും ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രേഖകൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ അതായത് ബംഗ്ലാദേശിലെ നിൽപ്പാമാരി എന്നുള്ള ഒരു സ്ഥലത്ത് ആണ് ഇയാളുടെ സ്വദേശമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ അഞ്ചൽ പോലീസിന് കൈമാറി. അതോടൊപ്പം തന്നെ കൊട്ടിയത്ത് നിന്നും ഈ മനോവാർ ഹോഡ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിടികൂടിയിട്ടുണ്ട്. ആസാം സ്വദേശികൾ എന്ന വ്യാജേനയാണ് ഇവർ കേരളത്തിൽ താമസിച്ചു വന്നിരുന്നത്. ഇവരിൽ നിന്നാണ് ഇത്തരത്തിൽ ആധാർ കാർഡ് പിടികൂടിയിട്ടുള്ളത്. അതായത് ഇവരുടെ ആധാർ കാർഡിൽ വ്യാജ ആധാർ കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് അത് പരിശോധിച്ച് വരികയാണ്. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് അസാം സ്വദേശികൾ എന്നുള്ള പേരിലാണ് 2 വർഷമായി ബംഗ്ലാദേശികൾ കൊല്ലത്ത് ആയൂരിൽ കഴിഞ്ഞു വന്നിരുന്നത്. ഇവരെ കൃത്യമായി പിടികൂടിയിരിക്കുന്നു. ഇവരിൽ നിന്നും വ്യാജ ആധാർ കാർഡും കണ്ടെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും മനോജ്.